നമസ്കാരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ അടുത്ത മാസം 3-ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയാനിരിക്കുന്നു. കോൺഗ്രസ് എംഎൽഎ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയാവുകയും ചെയ്തു. CMRL കമ്പനിക്ക് ഭൂമി നൽകാൻ ചട്ടങ്ങളിൽ ഇളവ് നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടൻ്റെ വാദം. ആലപ്പുഴയിൽ നടന്നത് പ്രളയാനന്തരമുള്ള മണ്ണുമാറ്റമല്ല, ഖനനമെന്ന് കുഴൽനാടൻ വാദിക്കുകയും ചെയ്തു. ഖനനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകളും മാത്യു കുഴൽനാടൻ ഹാജരാക്കുകയുണ്ടായി. സ്വകാര്യ കമ്പനി നേട്ടമുണ്ടാക്കിയതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. CMRLൻ്റെ അപേക്ഷയിൽ മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിൻ്റെ മിനിറ്റ്സ് മാത്യുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകുകയും ചെയ്തു. എന്നാൽ യോഗം ചേർന്ന അപേക്ഷ തള്ളിയെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. CMRL കമ്പനിക്ക് സർക്കാർ പ്രത്യേക സഹായം നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ മാത്യു കുഴൽനാടന് ഹാജരാക്കാനായില്ലെന്ന് വിജിലൻസ് കോടതിയിൽ വാദിച്ചു. അഴിമതി നിരോധന പരിധിയിൽ വരുന്ന ആരോപണമല്ലെന്നും വിജിലൻസ് അഭിഭാഷകൻ വാദിക്കുകയുണ്ടായി. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം ചെയ്തതിന് പ്രതിഫലമായിരുന്നു വീണയ്ക്ക് ലഭിച്ച മാസപ്പടി എന്നാണ് കുഴൽനാടൻ്റെ നിലപാടും. ആ നിലപാടിൽ നിന്ന് കുഴൽനാടൻ മാറുന്നില്ല. പകരം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ CMRL കമ്പനിക്ക് ഭൂമി നൽകാൻ ചട്ടങ്ങളിൽ ഇളവ് നൽകിയിരുന്നു എന്നായിരുന്നു മാത്യു കുഴൽനാടൻ വാദിച്ചത്. ആലപ്പുഴയിൽ നടന്നത് പ്രളയാനന്തരമുള്ള ഒരു മണൽമാറ്റമല്ല എന്നും അതൊരു ഖനനമാണ് നടന്നതെന്നുമായിരുന്നു മാത്യു കുഴൽനാടൻ്റെ വാദവും. അപ്പോൾ മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഖനനാനുമതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവുകളും മാത്യു കുഴൽനാടൻ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ പലതിനോടും ഇതിൽ നിന്ന് സ്വകാര്യ കമ്പനി നേട്ടമുണ്ടാക്കിയതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. അത് CMRLൻ്റെ അപേക്ഷയിൽ മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിൻ്റെ മിനിറ്റ്സ് മാത്യുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ യോഗം ചർച്ച ചെയ്ത് ആ അപേക്ഷ തള്ളിക്കളയുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ CMRL കമ്പനിക്ക് സർക്കാർ പ്രത്യേക സഹായം നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ മാത്യു കുഴൽനാടന് ഹാജരാക്കാനായില്ല എന്നാണ് വിജിലൻസ് കോടതിയിൽ സർക്കാരിന് വേണ്ടിയിട്ട് വിജിലൻസ് കോടതിയിൽ വാദിച്ചിരുന്നത്. എന്നാൽ അഴിമതി നിരോധന പരിധിയിൽ വരുന്ന ആരോപണം അല്ല എന്നും അഭിഭാഷകൻ ഇതിനോടൊപ്പം വാദിച്ചിരുന്നു. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് സഹായം ചെയ്തതിന് പ്രതിഫലമായിരുന്നു വീണയ്ക്ക് ലഭിച്ച മാസപ്പടി എന്നാണ് കുഴൽനാടൻ്റെ നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കുഴൽനാടൻ ഉറച്ചു നിൽക്കുന്നതും. പക്ഷേ രേഖകൾ ഹാജരാക്കിയില്ല എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാദഗതികൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ട് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചില വാദങ്ങൾ കൂടി ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ മാസം മെയ് മാസത്തിൽ അടുത്ത മാസം 3-ന് അത് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെയും മകളുടെയും മുന്നോട്ടുള്ള പോക്ക് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം.